പുതുപ്പടിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശനിയാഴ്ച ചേരാനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ക്യാമ്പ്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ മരുന്നു വിതരണവും ഉണ്ടായിരുന്നു. പെരുമ്പാവൂർ മുൻ MLA എൽദോസ് പി കുന്നപ്പിള്ളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കൂവപ്പടി ഹോമിയോ ആശുപത്രി, കോടനാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ചേരാനെല്ലൂർ ആയുർവേദ ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് പെരുമ്പാവൂർ മുൻ MLA എൽദോസ് പി കുന്നപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രീ ബിനോയ് അരീക്കൽ സൂചിപ്പിച്ചതുപോലെ മൺസൂൺ എത്തിക്കഴിഞ്ഞാൽ, മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിരവധി രോഗാണുക്കൾ നമ്മളെ തേടി വരികയാണ്. അത് ജലത്തിലൂടെയും വായുവിലൂടെയും രക്തത്തിലൂടെയും ഒക്കെ പടരുന്ന നിരവധി രോഗങ്ങൾ നമ്മുടെ ശാരീരികവും മാനസികവുമായ നമ്മുടെ കരുത്ത് ശക്തി ചോർത്തുകയും നമ്മളെ വലിയ രോഗികളാക്കി മാറ്റുകയും നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഡെങ്കിപ്പനി ബാധിച്ച നിരവധി ആളുകൾ ഈ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായത് എനിക്കറിയാം. എലിപ്പനി, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് A, B, C, അങ്ങനെ നിരവധി രീതിയിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ പരിസരം ശുചിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ പിന്നോക്കമാണ്. നമുക്ക് വൃത്തിയുണ്ട്, നമ്മൾ നന്നായി വസ്ത്രം ധരിക്കും, അല്ലെങ്കിൽ രണ്ടുതരം കുളിക്കും, എല്ലാ കാര്യത്തിലും നന്നായി നോക്കും. പക്ഷെ നമ്മുടെ പരിസരങ്ങളെല്ലാം മോശമായിരിക്കും. ചിലയിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കും. മുട്ടയുടെ തൊണ്ടാണെങ്കിലും, ഒരു ടയറാണെങ്കിലും, അല്ലെങ്കിൽ ജാതി തോടാണെങ്കിൽ പോലും അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുകയും അവിടെയൊക്കെ ഈ കൊതുക് മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ നമുക്ക് ചില രീതിയിലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ സന്ദർഭത്തിൽ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കഴിക്കുക, പരിസരങ്ങളിൽ കിടക്കുന്ന മാലിന്യങ്ങൾ മാറ്റം ചെയ്യുക, അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കൂടി നമ്മൾ നടത്തണം. മഴക്കാല രോഗപ്രതിരോധ മരുന്ന് ക്യാമ്പിന്റെ ഭാഗമായി വിതരണം ചെയ്തു. കൊതുകു നിവാരണ പുകമരുന്നും ബ്ലഡ് പ്രഷർ, ഷുഗർ ടെസ്റ്റ് തുടങ്ങിയവയും സൗജന്യമായി നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് അത് വർഷങ്ങളോളം നമ്മുടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള കോടനാട് ഗവൺമെന്റ് ആശുപത്രിയുടെയും അതുപോലെ തന്നെ കൂവപ്പടി ഹോമിയോ ക്ലിനിക് ആശുപത്രിയുടെയും ചേരാനല്ലൂർ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള മഴക്കാല പൂർവ്വ പ്രതിരോധ നടപടിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രതിരോധ മരുന്ന് വിതരണവും മെഡിക്കൽ ചെക്കപ്പും അനുബന്ധ മരുന്ന് വിതരണവും ഒക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കറിയാം, ഇന്ന് മെഗാ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും രോഗങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്യാമ്പ് എന്തുകൊണ്ടും വളരെ പ്രശംസനീയമാണ്. ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെല്ലാവരും തന്നെ വൈകിയാണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് അവശതയായി തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത കാലത്താണ് മനസ്സിലാക്കുക. എത്രത്തോളം പണമുണ്ടെങ്കിലും സമയമുണ്ടെങ്കിലും നമുക്ക് ആ കാലഘട്ടത്തിലൊന്നും ആരോഗ്യം എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ തന്നെ നമുക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മാസത്തിൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബ്ലഡ് ഒന്ന് പരിശോധിച്ചാൽ, തീർച്ചയായിട്ടും പരിശോധിച്ചാൽ അതിൻ്റെ ഗുണം വളരെ വലുതായിരിക്കും. യൂറിനിലെ മൈക്രോ ആൽബുമിനും ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് അവർക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിലും, എന്നിൽ കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിലും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് വലിയ ബാധ്യതയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിനെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വൈസ് പ്രസിഡന്റ് ജിജി സെൽവരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള സിന്ധു അരവിന്ദ്, ജോർജ് തേലക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനു അബീഷ്, മായ കൃഷ്ണകുമാർ, ബാബു MD, നിഷ ബൈജു,
റോസ്മേരി മാത്യു, സൗമ്യ സുഭാഷ്, സിന്ധു ഹരിഹരൻ, നിത PS, ശശികല രമേശ്, സ്റ്റെല്ല സാജു, ഡോക്ടർ അശ്വതി, ഡോക്ടർ പോൾ തോമസ്, ഡോക്ടർ അലക്സ് വർഗീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അജി സെൻ, SMC സ്കൂൾ ചെയർമാൻ വർഗീസ് തോപ്പിലാൻ, ആശാപ്രവർത്തകർ, MLSP മാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.